ജമ്മു കാശ്മീരിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുകയാണ്. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്രയും വേഗം നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. ആഭ്യന്തര ബാഹ്യശക്തികളുടെ അട്ടിമറി ശ്രമം അനുവദിക്കില്ല എന്നും അദ്ദേഹം ജമ്മുവിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ഉടൻ വേണമെന്ന നിലപാടിലാണ്. അതേസമയം ജമ്മു കാശ്മീരിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ഫാറൂഖ് അബ്ദുള്ള. ആരുമായും സഖ്യത്തിനില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം സഖ്യത്തിനില്ല എന്ന ഫാറൂഖ് അബ്ദുള്ളയുടെ നിലപാട് BJP വിരുദ്ധ ശ്രേണിയിലുള്ള കക്ഷികൾക്ക് തിരിച്ചടിയാണ്. ഇന്ത്യ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ഒരു മുന്നണിയുമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയ കോൺഗ്രസുമായും പോലും സഖ്യമില്ല എന്നാണ് ഫാറൂഖിന്റെ ഈ പ്രതികരണം വ്യക്തമാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NCയും കോൺഗ്രസും പരസ്പരം പിന്തുണച്ചിരുന്നു. അനന്ത്നാഗ്, രജൌരി ഉൾപ്പെടെ കാശ്മീരിലെ 3 സീറ്റുകളിൽ NCയും ജമ്മു മേഖലയിലെ 2 സീറ്റുകളിൽ കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. NC ശ്രീനഗർ, അനന്ത്നാഗ്, രജൌരി എന്നീ 2 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ ബാരാമുള്ള മണ്ഡലത്തിൽ അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ ജയിലിൽ കിടക്കുന്ന നേതാവ് എഞ്ചിനീയർ റാഷിദ് എന്നറിയപ്പെടുന്ന അബ്ദുൾ റാഷിദ് ഷെയ്ഖിനോട് പരാജയപ്പെട്ടു. 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് റാഷിദ് ഒമർ അബ്ദുള്ളയെ പരാജയപ്പെടുത്തിയത്. കാശ്മീരിലെ 3 സീറ്റുകളിലും PDPയുമായി സീറ്റ് പങ്കിടാൻ NC വിസമ്മതിച്ചിരുന്നു. ഒരു പാർട്ടിയുമായും സഖ്യമില്ലാതെ മത്സരിക്കാനുള്ള NCയുടെ ഈ തീരുമാനം തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ ബാധിക്കും. ജമ്മുവിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പാർട്ടിക്കെതിരെ സംയുക്ത മുന്നണി ഉണ്ടാക്കുന്നതിൽ പ്രാദേശിക പാർട്ടികൾ പരാജയപ്പെട്ടാൽ BJPക്ക് അത് നേട്ടമുണ്ടാകും. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വോട്ട് വിഭജനം ജമ്മുവിലെയും ഉധംപൂരിലെയും 2 ലോക്സഭാ മണ്ഡലങ്ങളിലെ 34 സീറ്റുകളിൽ 29 എണ്ണത്തിലും ലീഡ് ചെയ്ത BJPക്ക് ഗുണം ചെയ്യും. 90 അംഗ ജമ്മു കാശ്മീർ നിയമസഭയിൽ 46 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത്. 2014 ഇതിനു മുൻപ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് BJP PDP സർക്കാരായിരുന്നു അധികാരത്തിൽ വന്നത്. എന്നാൽ 2018 BJP PDP സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയായിരുന്നു. പിന്നീട് ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണമായിരുന്നു നമ്മുടെ സംസ്ഥാന നിയമസഭ പിരിച്ചുവിട്ടതിന് പിന്നാലെ സംസ്ഥാനത്തിന് പ്രത്യേക പദവി അനുവദിച്ചിരുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതെല്ലാം ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു. ജമ്മു കാശ്മീരിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 10 വർഷമായി ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. 2019 ഭരണഘടനയുടെ 370 അനുച്ഛേദനം റദ്ദാക്കി ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞിരുന്നു. ശേഷം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയായിരുന്നു. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെയായിരുന്നത്. എന്നാൽ അതിൽ ജമ്മു കാശ്മീരിന് മാത്രമാവും നിയമസഭ ഉണ്ടാവുക. ലഡാക്കിന് ഉണ്ടാവില്ലെന്നാണ് പുനഃസംഘടനാ നിയമത്തിൽ പറയുന്നത്. ഡൽഹി മാതൃകയിലാവും ജമ്മു കാശ്മീരിന് നിയമസഭ ഉണ്ടാവുക. എന്നാൽ ലഡാക്ക് നേരിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാവും. ലഫ്റ്റനന്റ് ഗവർണർമാർക്കായിരിക്കും ഇവിടെ അധികാരമുള്ളത്. നിലവിൽ ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ സുപ്രീം കോടതി സെപ്റ്റംബർ 30 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. 90 സീറ്റുകളാണ് നിയമസഭയിൽ ഉണ്ടാവുക. പാക് അധീന കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ മണ്ഡലങ്ങളും കൂടി പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ 83 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2014 നവംബർ, ഡിസംബർ മാസങ്ങളിലായിരുന്നു മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സഖ്യം സംസ്ഥാന സർക്കാർ രൂപീകരിക്കുകയായിരുന്നു.